Hello, children, welcome to teachenglish.com. 10ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ യൂണിറ്റിലുള്ള എ പീസ് ഓഫ് സ്ട്രിംഗ് എന്ന പാഠത്തിന്റെ അവസാനം തന്നിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ഈ വീഡിയോയിലുണ്ട്. AI വോയിസ് ആണ് ഇതിലുപയോഗിച്ചിരിക്കുന്നത്. ദയവ് ചെയ്ത് ഗൂഗിൾ സൗണ്ട് എന്ന് കമന്റിടണ്ട. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുകയും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ടീച്ച് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലില് പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഷെയർ ചെയ്തു കിട്ടാന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി വാട്സാപ്പ് ചാനലില് ജോയിൻ ചെയ്യുക. എന്നാലിനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതി തുടങ്ങിക്കോളൂ. ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ്. നമുക്ക് ഓർമ്മിക്കാം, പുനഃസൃഷ്ടിക്കാം. 1. ഹോച്ചിക്കം ഹാസ് എ സ്ട്രോങ് ആൻഡ് ഡിറ്റർമിൻഡ് നേച്ചർ. മാസ്റ്റർ ഓഷിക്കോമിന് ശക്തവും നിശ്ചയദാർഢ്യവുമുള്ള സ്വഭാവമുണ്ട്. ഹിസ് സെൻസ് ഓഫ് ജസ്റ്റിസ് ഇംപെൽസ് ഹിം ടു ഡിഫെൻഡ് ഹിംസെൽഫ് ടയർലെസ്ലി. അദ്ദേഹത്തിന്റെ നീതിബോധം തന്റെ നിരപരാധിത്വം ക്ഷമയില്ലാതെ സ്വയം പ്രതിരോധിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നു. ഹി ട്രൈസ് ടു ജസ്റ്റിഫൈ ഹിംസെൽഫ് ഈവൻ വെൻ എവ്രിവൺ മിസ്ട്രസ്റ്റ്സ് ഹിം. എല്ലാവരും അദ്ദേഹത്തെ അവിശ്വസിക്കുമ്പോഴും അദ്ദേഹം സ്വയം നീതീകരിക്കാൻ ശ്രമിക്കുന്നു. പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹോച്ചിക്കം. ഓഷിക്കോമിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. ആൻസർ. 2 ഉത്തരങ്ങൾ വീതം ഇവിടെ നൽകുന്നുണ്ട്. രണ്ടാമത്തേത് അല്പം ചെറിയ ഉത്തരമാണ്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹോച്ചിക്കം. Hochickum is a simple and hard-working Norman peasant. ഹൗഷക്കോം ലളിതനും കഠിനാധ്വാനിയുമായ ഒരു നോർമൻ കർഷകനാണ്. He is honest and careful in his ways. അദ്ദേഹം സത്യസന്ധനും ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയുമാണ്. He believes that everything useful, even a small piece of string, should not be wasted. ഉപയോഗപ്രദമായ എന്തും, ഒരു ചെറിയ ചരട് പോലും, പാഴാക്കരുത് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. This shows his practical and thrifty nature. ഇത് അദ്ദേഹത്തിന്റെ പ്രായോഗികവും മിതവ്യയപരവുമായ സ്വഭാവം കാണിക്കുന്നു. When Hochickum is wrongly accused of stealing a lost pocketbook, he feels shocked and hurt. നഷ്ടപ്പെട്ട പേഴ്സ് മോഷ്ടിച്ചെന്ന് തെറ്റായി ആരോപിക്കപ്പെട്ടപ്പോൾ ഹൗഷക്കോം ഞെട്ടുകയും വേദനിക്കുകയും ചെയ്യുന്നു. His strong sense of justice makes him defend himself tirelessly. തന്റെ ശക്തമായ നീതിബോധം ക്ഷീണമില്ലാതെ സ്വയം പ്രതിരോധിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നു. He explains again and again that he only picked up a piece of string. താൻ ഒരു ചരട് മാത്രമാണ് എടുത്തതെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും വിശദീകരിക്കുന്നു. But no one believes him. പക്ഷേ ആരും അദ്ദേഹത്തെ വിശ്വസിക്കുന്നില്ല. Hochickum values his honor and good name more than anything else. ഹൗഷക്കോം തന്റെ അഭിമാനത്തിനും നല്ല പേരിനും മറ്റെന്തിനേക്കാളും വില കൽപ്പിക്കുന്നവനാണ്. Being called a thief breaks his spirit. കള്ളനെന്ന് വിളിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ആത്മാവിനെ തകർത്തുകളയുന്നു. People laugh at him and doubt him even after the pocketbook is found. പേഴ്സ് കണ്ടെത്തിയ ശേഷവും ആളുകൾ അദ്ദേഹത്തെ കളിയാക്കുകയും സംശയിക്കുകയും ചെയ്യുന്നു. This false accusation destroys his peace of mind. ഈ തെറ്റായ ആരോപണം അദ്ദേഹത്തിന്റെ മനസ്സമാധാനം ഇല്ലാതാക്കി. He keeps repeating his story everywhere, trying to prove his innocence until his last breath. അവസാന ശ്വാസം വരെ അദ്ദേഹം തന്റെ കഥ എല്ലായിടത്തും ആവർത്തിച്ചു പറഞ്ഞു തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുന്നു. His death shows how much he suffered because of mistrust. അവിശ്വാസം കാരണം അദ്ദേഹം എത്രമാത്രം ദുരിതമനുഭവിച്ചു എന്ന് അദ്ദേഹത്തിന്റെ മരണം കാണിക്കുന്നു. Hochickum's character teaches us that false suspicion can ruin an honest man's life. തെറ്റായ സംശയം ഒരു സത്യസന്ധനായ മനുഷ്യന്റെ ജീവിതം എങ്ങനെ തകർക്കുമെന്ന് ഹൗഷക്കോമിന്റെ ക്യാരക്ടർ നമ്മെ പഠിപ്പിക്കുന്നു. താരതമ്യേന ചെറിയ മറ്റൊരു ക്യാരക്ടർ സ്കെച്ച് കൂടി ഇവിടെ നൽകുന്നു. ചെറുതു വേണ്ടവർക്ക് ഇതെഴുതാം. Character sketch of Hochickum. Hochickum is a simple and hard-working Norman peasant. ഓഷിക്കോം ഒരു സാധാരണക്കാരനും കഠിനാധ്വാനിയുമായ നോർമൻ കർഷകനാണ്. He is honest and careful, believing that even a small thing like a piece of string has value. അദ്ദേഹം സത്യസന്ധനും ശ്രദ്ധാലുവുമാണ്, ഒരു കഷണം കയറിന് പോലും വിലയുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. When people wrongly accuse him of stealing a pocketbook, he feels deeply hurt. പോക്കറ്റ്ബുക്ക് മോഷ്ടിച്ചുവെന്ന് ആളുകൾ തെറ്റായി ആരോപിക്കുമ്പോൾ അദ്ദേഹത്തിന് അഗാധമായി വേദനിക്കുന്നു. His strong sense of justice makes him defend himself again and again. അദ്ദേഹത്തിന്റെ ശക്തമായ നീതിബോധം വീണ്ടും വീണ്ടും സ്വയം പ്രതിരോധിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നു. No one believes him, but he never gives up trying to prove his innocence. ആരും അദ്ദേഹത്തെ വിശ്വസിക്കുന്നില്ല, എങ്കിലും തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ശ്രമം അദ്ദേഹം ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. The false blame breaks his heart, and he dies still claiming he is honest. ഈ തെറ്റായ ആരോപണം അദ്ദേഹത്തിന്റെ ഹൃദയം തകർക്കുന്നു. താൻ സത്യസന്ധനാണെന്ന് വാദിച്ചുകൊണ്ട് അദ്ദേഹം മരിക്കുന്നു.
Hochacam shows how a good man suffers because of mistrust. അവിശ്വാസം കാരണം ഒരു നല്ല മനുഷ്യൻ എങ്ങനെ കഷ്ടപ്പെടുന്നു എന്ന് ഓഷിഗോം കാണിച്ചുതരുന്നു. 2. In A Piece of String, Hochacam dies in shame and humiliation because of the attitude of society. A Piece of String എന്ന കഥയിൽ സമൂഹത്തിന്റെ മനോഭാവം കാരണം ഓഷിഗോം നാണക്കേടിലും അപമാനത്തിലും മരിക്കുന്നു. Prepare a write-up on how society can make or break an individual, drawing on the story and your personal knowledge and experience. ഈ കഥയെയും നിങ്ങളുടെ വ്യക്തിപരമായ അറിവുകളെയും അനുഭവങ്ങളെയും അടിസ്ഥാനമാക്കി ഒരു വ്യക്തിയെ സമൂഹം എങ്ങനെ സൃഷ്ടിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരു റൈറ്റ്-അപ്പ് തയ്യാറാക്കുക. ആൻസർ: 2 ഉത്തരങ്ങൾ വീതം ഇവിടെ നൽകുന്നുണ്ട്. രണ്ടാമത്തേത് അല്പം ചെറിയ ഉത്തരമാണ്. ഫസ്റ്റ്, ഗിവ് എ ടൈറ്റിൽ. ജഡ്ജ് ബൈ ദ വേൾഡ്, ദ ട്രാജിക് ഫേറ്റ് ഓഫ് ഹോച്ചക്കം. ലോകത്താൽ വിധിക്കപ്പെട്ടവൻ, ഹൗഷക്കോമിന്റെ ദുരന്തവിധി. Society plays a very important role in shaping a person's life. ഒരു വ്യക്തിയുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ സമൂഹത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. It can support, encourage, and lift a person up. സമൂഹത്തിന് ഒരാളെ പിന്തുണയ്ക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഉയർത്താനും കഴിയും. Or it can destroy him through mistrust and false judgment. അല്ലെങ്കിൽ അവിശ്വാസത്തിലൂടെയും തെറ്റായ വിധികളിലൂടെയും ഒരാളെ നശിപ്പിക്കാൻ കഴിയും. In the story A Piece of String by Guy de Maupassant, Hochacam is an honest and simple man. Guy de Maupassantന്റെ A Piece of String എന്ന കഥയിൽ ഹൗഷക്കോം സത്യസന്ധനും ലളിതനുമായ ഒരു മനുഷ്യനാണ്. But when people wrongly believe that he stole a pocketbook, their disbelief and laughter slowly crush his spirit. എന്നാൽ ആളുകൾ പേഴ്സ് മോഷ്ടിച്ചെന്ന് തെറ്റായി വിശ്വസിക്കുമ്പോൾ അവരുടെ അവിശ്വാസവും പരിഹാസവും പതുക്കെ അദ്ദേഹത്തിന്റെ ആത്മാവിനെ തകർക്കുന്നു. He keeps trying to prove his innocence. അദ്ദേഹം നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. But society refuses to trust him. പക്ഷേ സമൂഹം അദ്ദേഹത്തെ വിശ്വസിക്കാൻ വിസമ്മതിക്കുന്നു. The shame and humiliation finally break his heart. അപമാനവും നിന്ദയും ഒടുവിൽ അദ്ദേഹത്തിന്റെ ഹൃദയം തകർക്കുന്നു. And he dies still repeating that he only picked up a piece of string. താൻ ഒരു ചരട് മാത്രമാണ് എടുത്തതെന്ന് ആവർത്തിച്ചുകൊണ്ട് അദ്ദേഹം മരിക്കുന്നു. This story shows how society's harsh attitude can destroy an innocent person's peace and dignity. സമൂഹത്തിന്റെ കടുപ്പമേറിയ സമീപനം ഒരു നിരപരാധിയായ വ്യക്തിയുടെ സമാധാനവും അന്തസ്സും എങ്ങനെ നശിപ്പിക്കുമെന്ന് ഈ കഥ കാണിക്കുന്നു. In real life, too, people are often judged without knowing the truth. യഥാർത്ഥ ജീവിതത്തിലും സത്യമറിയാതെ ആളുകൾ പലപ്പോഴും വിധിക്കപ്പെടുന്നു. Gossip, lies, and quick opinions can hurt deeply. കിംവദന്തികളും നുണകളും ധൃതിയിലുള്ള അഭിപ്രായങ്ങളും ആഴത്തിൽ വേദനിപ്പിക്കാൻ കഴിയും. We must learn to be fair, understanding, and kind before judging others. മറ്റുള്ളവരെ വിധിക്കുന്നതിനു മുമ്പ് നാം നീതിയും വിവേകവും ദയയും ഉള്ളവരായിരിക്കാൻ പഠിക്കണം. A supportive society can help people grow, while an unkind one can break them completely. സപ്പോർട്ട് നൽകുന്ന ഒരു സമൂഹത്തിന് ആളുകളെ വളർത്താനും ഉയർത്താനും കഴിയും. അതേസമയം ദയയില്ലാത്ത സമൂഹം അവരെ പൂർണ്ണമായി തകർക്കും. ഇനി രണ്ടാമത്തെ ഉത്തരം നോക്കാം. ഇത് ചെറുതാണ്. The weight of mistrust, അവിശ്വാസത്തിന്റെ ഭാരം. Society has great power over individuals. ഒരു വ്യക്തിയുടെ മേൽ സമൂഹത്തിന് വലിയ ശക്തിയുണ്ട്. It can lift a person with trust and kindness or destroy him through suspicion and ridicule. വിശ്വാസത്തിലൂടെയും ദയയിലൂടെയും ഒരു വ്യക്തിയെ ഉയർത്താനോ അല്ലെങ്കിൽ സംശയത്തിലൂടെയും പരിഹാസത്തിലൂടെയും നശിപ്പിക്കാനോ അതിനു കഴിയും. In A Piece of String, Hochacam, a simple peasant, is wrongly accused of theft. A Piece of String എന്ന കഥയിൽ സാധാരണക്കാരനായ കർഷകൻ ഓഷിഗോം തെറ്റായി മോഷണക്കുറ്റം ആരോപിക്കപ്പെടുന്നു. Though innocent, no one believes him. നിരപരാധിയായിരുന്നിട്ടും ആരും അദ്ദേഹത്തെ വിശ്വസിക്കുന്നില്ല. The constant mistrust and mockery hurt him so deeply that he died of shame. തുടർച്ചയായ അവിശ്വാസവും പരിഹാസവും അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. അത് കാരണം അദ്ദേഹം നാണക്കേടുകൊണ്ട് മരിച്ചു. This shows how unfair judgment can break a person's spirit. അനീതിപരമായ വിധി ഒരു വ്യക്തിയുടെ ആത്മാവിനെ എങ്ങനെ തകർക്കുമെന്ന് ഇത് കാണിക്കുന്നു. In real life, too, people often suffer when society refuses to believe the truth. യഥാർത്ഥ ജീവിതത്തിലും സത്യം വിശ്വസിക്കാൻ സമൂഹം വിസമ്മതിക്കുമ്പോൾ ആളുകൾ പലപ്പോഴും കഷ്ടപ്പെടുന്നു. We should remember that kindness and understanding can heal, while false judgment can destroy. ദയയും മനസ്സിലാക്കലും സുഖപ്പെടുത്തുമെന്നും എന്നാൽ തെറ്റായ വിധി നശിപ്പിക്കുമെന്നും നമ്മൾ ഓർക്കണം. 3. Hochacam is devastated when he is falsely accused of stealing the pocketbook.
പോക്കറ്റ് ബുക്ക് മോഷ്ടിച്ചുവെന്ന് തെറ്റായി ആരോപിക്കപ്പെട്ടപ്പോൾ ഓഷികോം തകർന്നുപോകുന്നു. No one believes him. ആരും അദ്ദേഹത്തെ വിശ്വസിക്കുന്നില്ല. He couldn't control his emotions. അദ്ദേഹത്തിന് വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. He pours out his feelings in his diary. അദ്ദേഹം തന്റെ വികാരങ്ങൾ ഡയറിയിൽ പകർത്തുന്നു. Prepare the likely diary entry. അദ്ദേഹം എഴുതാൻ സാധ്യതയുള്ള ഡയറിക്കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ. 2 ഉത്തരങ്ങൾ വീതം ഇവിടെ നൽകുന്നുണ്ട്. രണ്ടാമത്തേത് അല്പം ചെറിയ ഉത്തരമാണ്. Date 10th October. Dear Diary. Today has been the worst day of my life. ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം ദിനമായിരുന്നു. I am heartbroken and filled with shame. എന്റെ ഹൃദയം തകർന്നുപോയി. ഞാനാകെ നാണക്കേടിലായി. Everyone in town believes that I stole the lost pocketbook, though I only picked up a small piece of string. ഒരു ചെറിയ ചരട് മാത്രമാണ് ഞാൻ എടുത്തതെങ്കിലും ഞാൻ പേഴ്സ് മോഷ്ടിച്ചുവെന്നാണ് പട്ടണത്തിലെ എല്ലാവരും വിശ്വസിക്കുന്നത്. I told the mayor and all the villagers the truth. മേയറോടും നാട്ടുകാരോടും ഞാൻ സത്യം പറഞ്ഞു. But no one trusts me. പക്ഷെ ആരും എന്നെ വിശ്വസിക്കുന്നില്ല. They laugh at me and whisper behind my back. അവർ എന്നെ നോക്കി ചിരിക്കുകയും എന്റെ പിന്നിൽ വെച്ചടക്കം പറയുകയും ചെയ്യുന്നു. Why is the world so cruel? എന്തുകൊണ്ടാണ് ലോകം ഇത്ര ക്രൂരമായത്? I have always been honest. ഞാൻ എപ്പോഴും സത്യസന്ധനായിരുന്നു. Yet now I am treated like a thief. എന്നിട്ടും ഇപ്പോൾ ഒരു കള്ളനെപ്പോലെയാണ് എന്നോട് പെരുമാറുന്നത്. I feel helpless and alone. എനിക്ക് നിസ്സഹായയും ഒറ്റപ്പെടലും അനുഭവപ്പെടുന്നു. I wish they could see into my heart and know I am innocent. എന്റെ ഹൃദയത്തിലേക്ക് നോക്കി ഞാൻ നിരപരാധിയാണെന്ന് അവർ അറിഞ്ഞിരുന്നെങ്കിൽ. The false accusation is too heavy to bear. ഈ തെറ്റായ ആരോപണം താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. I only wanted to prove that I am an honest man. ഞാൻ സത്യസന്ധനായ ഒരു മനുഷ്യനാണെന്ന് തെളിയിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. But no one listens. പക്ഷേ ആരും ശ്രദ്ധിക്കുന്നില്ല. Oh, how painful it is to be misunderstood. അഹോ, തെറ്റിദ്ധരിക്കപ്പെടുന്നത് എത്ര വേദനാജനകമാണ്. ഹോച്ചക്കം. ഇനി രണ്ടാമത്തെ ആൻസർ വായിക്കാം. ഇത് ചെറുതാണേ. Diary entry. Date 10th October. Dear Diary. I am deeply hurt today. ഇന്ന് എന്റെ മനസ്സ് വല്ലാതെ മുറിവേറ്റിരിക്കുന്നു. Everyone thinks I stole the pocketbook, though I only picked up a piece of string. ഒരു കഷണം കയർ മാത്രമാണ് ഞാൻ എടുത്തതെങ്കിലും. പോക്കറ്റ് ബുക്ക് മോഷ്ടിച്ചത് ഞാനാണെന്നാണ് എല്ലാവരും കരുതുന്നത്. No one believes my words, not even the mayor. എന്റെ വാക്കുകൾ ആരും വിശ്വസിക്കുന്നില്ല, മേയർ പോലും. They all laugh at me and call me a liar. അവരെല്ലാം എന്നെ നോക്കി ചിരിക്കുകയും നുണയൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. I feel ashamed and helpless. എനിക്ക് നാണക്കേടും നിസ്സഹായയും തോന്നുന്നു. I know I am innocent, but how can I make them believe me? ഞാൻ നിരപരാധിയാണ് എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എങ്ങനെയാണ് അവരെ ഇത് വിശ്വസിപ്പിക്കുക? ഹോച്ചക്കം. 4. The news of the missing pocketbook spreads like wildfire and Hochakam is seen as the likely thief. പോക്കറ്റ് ബുക്ക് നഷ്ടപ്പെട്ട വാർത്ത കാട്ടുതീ പോലെ പടരുകയും ഓഷികോമിനെ കള്ളനായി കാണുകയും ചെയ്യുന്നു. You are an inhabitant of Godeville and you come across Hochakam on your way to the market. നിങ്ങൾ ഗോഡർവില്ലയിലെ കുടിയാനാണ്. ചന്തയിലേക്ക് പോകുന്ന വഴിയിൽ ഓഷികോമിനെ കണ്ടുമുട്ടുന്നു. Prepare the likely conversation between you and Hochakam. നിങ്ങളും ഓഷികോമും തമ്മിൽ നടക്കാൻ സാധ്യതയുള്ള സംഭാഷണം തയ്യാറാക്കുക. ആൻസർ. 2 ഉത്തരങ്ങൾ വീതം ഇവിടെ നൽകുന്നുണ്ട്. രണ്ടാമത്തേത് അല്പം ചെറിയ ഉത്തരമാണ്. Villager, good morning, Master Hochakam. Everyone in town is talking about the missing pocketbook. നഷ്ടപ്പെട്ട പേഴ്സിനെക്കുറിച്ചാണ് പട്ടണത്തിൽ എല്ലാവരും സംസാരിക്കുന്നത്. They say you were seen picking up something. നിങ്ങൾ എന്തോ എടുക്കുന്നത് കണ്ടെന്ന് അവർ പറയുന്നു. Hochakam, good morning. Yes, I picked up something, but it was only a piece of string, not a pocketbook. അതെ, ഞാൻ എടുത്തതൊരു ചരട് മാത്രമായിരുന്നു, പേഴ്സ് ആയിരുന്നില്ല. Villager, really? But people are saying you found the lost money and hid it. പക്ഷേ, നഷ്ടപ്പെട്ട പണം നിങ്ങൾ കണ്ടെത്തി ഒളിപ്പിച്ചുവെന്നാണ് ആളുകൾ പറയുന്നത്. Hochakam, that is a lie. അതൊരു നുണയാണ്. I swear by my honor, I just bent to pick up a bit of string from the ground. എന്റെ അഭിമാനമാണ് സത്യം, ഞാൻ നിലത്തുനിന്ന് ഒരു ചരട് എടുക്കാൻ മാത്രമാണ് കുനിഞ്ഞത്. You can ask anyone, I do not need to steal. ആരോട് വേണമെങ്കിലും ചോദിക്കാം. എനിക്ക് മോഷ്ടിക്കേണ്ട ആവശ്യമില്ല. Villager, I want to believe you, Master Hochakam. നിങ്ങളെ വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. But everyone seems sure you did it. പക്ഷേ നിങ്ങൾ തന്നെയാണ് ഇത് ചെയ്തതെന്ന് എല്ലാവർക്കും ഉറപ്പുള്ളതുപോലെ തോന്നുന്നു. Hochakam, that's the trouble. No one believes the truth anymore. അതാണ് പ്രശ്നം. ആരും സത്യം വിശ്വസിക്കുന്നില്ല.
I have told the mayor and everyone I met, but they all laugh at me. ഞാൻ മേയറോടും കണ്ട എല്ലാവരോടും പറഞ്ഞു, പക്ഷേ അവരൊക്കെ എന്നെ കളിയാക്കി ചിരിക്കുന്നു. It's so unfair. ഇത് തീർത്തും അനീതിയാണ്. Villager, don't worry too much. അധികം വിഷമിക്കേണ്ട. The real thief will be caught soon. യഥാർത്ഥ കള്ളനെ ഉടൻ പിടികൂടും. Hochicum, I hope so. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. Only then will people see I am innocent. അപ്പോൾ മാത്രമേ ഞാൻ നിരപരാധിയാണെന്ന് ആളുകൾ മനസ്സിലാക്കൂ. Until that day, my heart will not rest. ആ ദിവസം വരെ എന്റെ മനസ്സിന് സമാധാനമുണ്ടാവില്ല. ഇനി ചെറിയ ഉത്തരം വായിക്കാം. Villager, Master Hochicum, people say you took the lost pocketbook. Is it true? പോക്കറ്റ് ബുക്ക് എടുത്തത് നിങ്ങളാണെന്ന് ആളുകൾ പറയുന്നു. അത് സത്യമാണോ? Hochicum, no, not at all. I only picked up a piece of string, but no one believes me. ഇല്ല, ഒട്ടും സത്യമല്ല. ഞാൻ ഒരു കഷണം കയർ മാത്രമാണ് എടുത്തത്, പക്ഷെ ആരുമെന്ന് വിശ്വസിക്കുന്നില്ല. Villager, I heard many talking against you. പലരും നിങ്ങൾക്കെതിരായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. Hochicum, yes, they laugh and call me a liar. I am innocent, but no one trusts me. അതെ, അവർ എന്നെ നോക്കി ചിരിക്കുകയും നുണയൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഞാൻ നിരപരാധിയാണ്, പക്ഷെ ആരുമെന്ന് വിശ്വസിക്കുന്നില്ല. Villager, I hope the truth comes out soon. സത്യം ഉടൻ പുറത്തുവരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. Hochicum, I pray it does. I can't live with this shame. അത് സംഭവിക്കാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നാണക്കേടുമായി എനിക്ക് ജീവിക്കാൻ കഴിയില്ല. 5. After Hochicum dies, the mayor appears deeply remorseful and troubled. ഓഷികോം മരിച്ചതിനുശേഷം മേയർ അഗാധമായി ഖേദിക്കുകയും അസ്വസ്ഥനാകുകയും ചെയ്യുന്നു. He writes a letter of condolence to Hochicum's wife. അദ്ദേഹം ഓഷികോമിന്റെ ഭാര്യയ്ക്ക് ഒരു അനുശോചനക്കത്ത് എഴുതുന്നു. Write the likely letter. എഴുതാൻ സാധ്യതയുള്ള കത്ത് തയ്യാറാക്കുക. ആൻസർ. 2 ഉത്തരങ്ങൾ വീതം ഇവിടെ നൽകുന്നുണ്ട്. രണ്ടാമത്തേത് അല്പം ചെറിയ ഉത്തരമാണ്. The Mayor's Office, Godeville, 20th October. Dear Madam Hochicum, I write this letter with a heavy heart after hearing about your husband's sad and untimely death. നിങ്ങളുടെ ഭർത്താവിന്റെ ദുഃഖകരമായ, അകാലത്തിലുള്ള മരണത്തെക്കുറിച്ച് കേട്ടതിനെ തുടർന്ന് കനത്ത ഹൃദയത്തോടെയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. Please accept my deepest condolences. എന്റെ അഗാധമായ അനുശോചനം അറിയിക്കുന്നു. I now realize, with great sorrow, that your husband was an innocent and honest man. നിങ്ങളുടെ ഭർത്താവ് നിരപരാധിയും സത്യസന്ധനുമായ വ്യക്തിയായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ വലിയ ദുഃഖത്തോടെ തിരിച്ചറിയുന്നു. The misunderstanding about the lost pocketbook caused him great pain and humiliation. നഷ്ടപ്പെട്ട പേഴ്സിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് വലിയ വേദനയും അപമാനവുമാണ് ഉണ്ടാക്കിയത്. I regret that we could not see the truth sooner. സത്യം നേരത്തെ മനസ്സിലാക്കാൻ കഴിയാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. It grieves me to think that the false accusation and the cruel judgment of society broke his spirit. തെറ്റായ ആരോപണവും സമൂഹത്തിന്റെ ക്രൂരമായ വിധിയും അദ്ദേഹത്തിന്റെ ആത്മാവിനെ തകർത്തു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. Your husband's honesty and simple nature will always be remembered. നിങ്ങളുടെ ഭർത്താവിന്റെ സത്യസന്ധയും ലളിത സ്വഭാവവും എപ്പോഴും ഓർമ്മിക്കപ്പെടും. I hope you find some comfort in knowing that the truth has finally come to light and that the people of Godeville now speak of him with respect and sympathy. സത്യം ഒടുവിൽ പുറത്തുവന്നെന്നും ഗോഡർവില്ലയിലെ ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തെ ബഹുമാനത്തോടെയും സഹതാപത്തോടെയും ഓർക്കുന്നു എന്നറിഞ്ഞതിലെങ്കിലും നിങ്ങൾക്ക് അല്പം ആശ്വാസം ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. May his soul rest in peace. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. Yours sincerely, the Mayor of Godeville. ഈ ചോദ്യത്തിന് നൽകാവുന്ന ചെറിയ ഉത്തരവും ഇവിടെ നൽകുന്നു. The Mayor's Office, Godeville, October 20. Dear Madam Hochicum, please accept my heartfelt condolences on the death of your husband, Master Hochicum. താങ്കളുടെ ഭർത്താവ് മാസ്റ്റർ ഓഷികോമിന്റെ വിയോഗത്തിൽ എന്റെ ഹൃദയംഗമമായ അനുശോചനം അറിയിക്കുന്നു. I am deeply saddened that such an honest and simple man suffered false accusations and humiliation. ഇത്രയും സത്യസന്ധനും ലളിതനുമായ ഒരു വ്യക്തിക്ക് വ്യാജമായ ആരോപണവും അപമാനവും സഹിക്കേണ്ടിവന്നതിൽ ഞാൻ അഗാധമായി ദുഃഖിക്കുന്നു. I regret that society's mistrust caused him so much pain. സമൂഹത്തിന്റെ അവിശ്വാസം അദ്ദേഹത്തിന് ഇത്രയധികം വേദനയുണ്ടാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. Your husband's honesty and good name will always be remembered with respect. താങ്കളുടെ ഭർത്താവിന്റെ സത്യസന്ധയും സൽപ്പേരും എന്നും ആദരവോടെ ഓർമ്മിക്കപ്പെടും. May his soul rest in peace. And may you find strength in this difficult time. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ, ഈ പ്രയാസകരമായ സമയത്ത് താങ്കൾക്ക് ശക്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
Yours sincerely, വിശ്വസ്തയോടെ. The mayor. Let's play with words. Activity 1. Read the sentences given below. താഴെ കൊടുത്ത വാക്യങ്ങൾ വായിക്കുക. Hochacam couldn't put up with the ridicule of the villagers. ഗ്രാമീണരുടെ പരിഹാസം ഹൗഷക്കോമിന് സഹിക്കാൻ കഴിഞ്ഞില്ല. The stout passenger put on his fawn coat. തടിച്ച യാത്രക്കാരൻ തന്റെ ഇളം തവിട്ടുനിറമുള്ള കോട്ട് ധരിച്ചു. Did you notice the words highlighted in these sentences? ഈ വാക്യങ്ങളിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? These are called phrasal verbs. ഇവയെ phrasal verbs എന്ന് വിളിക്കുന്നു. Can you guess the meaning of the phrasal verbs from the context? മുകളില് നൽകിയിരിക്കുന്ന സന്ദർഭത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഫ്രേസൽ വെർബുകളുടെ അർത്ഥം ഊഹിക്കാൻ കഴിയുമോ? Put up with, to tolerate or endure something unpleasant, അതായത് അസുഖകരമായ ഒന്നിന് സഹിക്കുകയോ ക്ഷമിക്കുകയോ ചെയ്യുക എന്നർത്ഥം. Put on, to wear or dress in something, ധരിക്കുക അല്ലെങ്കിൽ വസ്ത്രമണിയുക. പേജ് 92 നൽകിയിരിക്കുന്ന സ്പീച്ച് വായിക്കുക. Now, identify the phrasal verbs in the speech and write them in the table, along with their meanings. ഇപ്പോൾ പ്രസംഗത്തിലെ ഫ്രേസൽ വെർബുകൾ തിരിച്ചറിഞ്ഞ് അവയുടെ അർത്ഥസഹിതം പട്ടികയിൽ എഴുതുക. ഇവിടെ തന്നിരിക്കുന്ന ടേബിള് നോക്കി ഉത്തരമെഴുതാം. B. The following passage is incomplete. താഴെ കൊടുത്ത ഭാഗം പൂർണ്ണമല്ല. Complete the passage by choosing from the phrases given in the brackets. ബ്രാക്കറ്റിൽ നൽകിയിട്ടുള്ള ഫ്രേസൽ ക്രിയകളിൽ നിന്ന് അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് ഈ ഭാഗം പൂർത്തിയാക്കുക. ഈ പാസേജ് ശരിയായി പൂരിപ്പിച്ചുകൊണ്ട് നൽകിയത് വായിക്കൂ. ഉത്തരം എടുത്തെഴുതാം. Put up with means endured or tolerated, സഹിക്കുക or അനുഭവിക്കുക. Put across means communicate or express, വിവരിക്കുക അല്ലെങ്കിൽ മറ്റൊരാളെ ധരിപ്പിക്കുക. Put aside means get rid of or ignore a feeling, ഒഴിവാക്കി നിർത്തുക അല്ലെങ്കിൽ മാറ്റിവെക്കുക. Put forward means express or state a need, അവതരിപ്പിക്കുക അല്ലെങ്കിൽ ആവശ്യം ഉന്നയിക്കുക. Put down means dismiss or criticize a person or their concerns, making them feel worthless or invalidated, അവമതിക്കുക അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടുക. Put out means issue or publish, distribute information or guidelines to the public. പുറത്തിറക്കുക അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുക. Activity 2. Read the following passage and fill in the blanks using appropriate words from those given in the brackets. താഴെ കൊടുത്ത ഭാഗം വായിച്ച് ബ്രാക്കറ്റിൽ നൽകിയിട്ടുള്ള വാക്കുകളിൽ നിന്നും അനുയോജ്യമായവ ഉപയോഗിച്ച് വിട്ട ഭാഗം പൂരിപ്പിക്കുക. ശരിയായ വിധം പൂരിപ്പിച്ചത് നോക്കി പകർത്തുക. Activity 2. Read the following passage and fill in the blanks using appropriate words from those given in the brackets. താഴെ കൊടുത്ത ഭാഗം വായിച്ച് ബ്രാക്കറ്റിൽ നൽകിയിട്ടുള്ള വാക്കുകളിൽ നിന്നും അനുയോജ്യമായവ ഉപയോഗിച്ച് വിട്ട ഭാഗം പൂരിപ്പിക്കുക. ശരിയായ വിധം പൂരിപ്പിച്ചത് നോക്കി പകർത്തുക. Each of the words in brackets has been used twice to fill in the blanks. ബ്രാക്കറ്റിലെ ഓരോ വാക്കും 2 തവണ വീതം വിട്ട ഭാഗം പൂരിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു. Have these words been used in exactly the same sense both times? Explain. ഈ വാക്കുകൾ 2 തവണയും കൃത്യമായി ഒരേ അർത്ഥത്തിലാണോ ഉപയോഗിച്ചിരിക്കുന്നത്? വിശദീകരിക്കുക. No, the words are not used in the same sense both times. ഇല്ല, വാക്കുകൾ 2 തവണയും ഒരേ അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. Right, first means, second means correct way. ആദ്യത്തേത് അവകാശം എന്നും രണ്ടാമത്തേത് ശരിയായ വഴി എന്നും അർത്ഥമാക്കുന്നു. Kind, kinds, first means types, second means compassionate. ആദ്യത്തേത് തരങ്ങൾ എന്നും രണ്ടാമത്തേത് ദയയുള്ള എന്നും അർത്ഥമാക്കുന്നു. Address, first means deal with, second means speak to. ആദ്യത്തേത് കൈകാര്യം ചെയ്യുക എന്നും രണ്ടാമത്തേത് സംസാരിക്കുക എന്നും അർത്ഥമാക്കുന്നു. B. Now, match the words in column B with their meanings in column A and C. ഇനി, B കോളത്തിലെ വാക്കുകൾ A, C കോളങ്ങളിലെ അവയുടെ അർത്ഥങ്ങളുമായി ചേർത്തെഴുതുക. ഇവിടെ നൽകിയിട്ടുള്ള ടേബിളില് കറക്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. As you can see, these words have been used in 2 different contexts in 2 different senses. What do we call such words? നിങ്ങൾ കണ്ടതുപോലെ ഈ വാക്കുകൾ 2 വ്യത്യസ്ത സന്ദർഭങ്ങളിൽ 2 വ്യത്യസ്ത അർത്ഥങ്ങളിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്തരം വാക്കുകളെ നമ്മൾ എന്തു വിളിക്കുന്നു? Homonyms are words that have the same spelling or pronunciation, but an entirely different meaning. ഒരേ അക്ഷരത്തെറ്റോ ഉച്ചാരണരീതിയോ ഉണ്ടെങ്കിലും തികച്ചും വ്യത്യസ്തമായ അർത്ഥമുള്ള വാക്കുകളാണ് ഹോമോണിമുകൾ. C. Fill in the blanks using appropriate homonyms. അനുയോജ്യമായ ഹോമോണിമുകൾ ഉപയോഗിച്ച് ശൂന്യസ്ഥലങ്ങൾ പൂരിപ്പിക്കുക. The letters of the words have been jumbled in brackets. വാക്കുകളുടെ അക്ഷരങ്ങൾ ബ്രാക്കറ്റിൽ ക്രമം മാറ്റി നൽകിയിരിക്കുന്നു. 1. The fair was a lot of fun. And the weather was also fair outside.
ഫെയർ പ്രദർശനം വളരെ രസകരമായിരുന്നു. പുറത്തെ കാലാവസ്ഥയും ഫെയർ നല്ലത് അല്ലെങ്കിൽ വ്യക്തം ആയിരുന്നു. 2. The security personnel will soon close the door which is close to the reception. സെക്യൂരിറ്റി ജീവനക്കാർ ഉടൻ തന്നെ വാതിൽ ക്ലോസ് ചെയ്യും. അടയ്ക്കും, അത് റിസപ്ഷന് ക്ലോസ് അടുത്ത് ആണ്. 3. The secretary took 30 minutes to prepare the minutes of the meeting. മീറ്റിംഗിന്റെ മിനിറ്റ്സ് ചുരുക്കെഴുത്ത് തയ്യാറാക്കാൻ സെക്രട്ടറിക്ക് 30 മിനിറ്റുകൾ എടുത്തു. 4. The current information about the missing person is that he was swept away by the strong current of water. കാണാതായ വ്യക്തിയെക്കുറിച്ചുള്ള കറന്റ് നിലവിലെ വിവരം ശക്തമായ വെള്ളത്തിന്റെ കറന്റ് പ്രവാഹം കാരണം അയാൾ ഒഴുകിപ്പോയി എന്നതാണ്. 5. It was a small well but it had always been well maintained by the people of the locality. അതൊരു ചെറിയ കിണർ ആയിരുന്നു, പക്ഷേ പ്രദേശവാസികൾ അത് എപ്പോഴും നന്നായി പരിപാലിച്ചിരുന്നു. ആക്ടിവിറ്റി 3. Complete the crossword puzzle. ഈ ക്രോസ് വേഡ് പസിൽ പൂർത്തിയാക്കുക. വിശദീകരിക്കുന്നില്ല, ഉത്തരം ഇവിടെ നൽകിയിരിക്കുന്നു. Let's analyze. നമുക്ക് വിശകലനം ചെയ്യാം. ആക്ടിവിറ്റി 1. Read the following sentence. താഴെ കൊടുത്ത വാക്യം വായിക്കുക. The woman, bundled in a corner, had been listening till he finished speaking. ഒരു കോണിൽ ഒതുങ്ങിക്കൂടിയിരുന്ന സ്ത്രീ അയാൾ സംസാരിക്കുന്നത് നിർത്തുന്നതുവരെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. What is the main action in the sentence? ഈ വാക്യത്തിലെ പ്രധാന പ്രവർത്തനം എന്താണ്? The woman had been listening. ആ സ്ത്രീ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. When did the action begin? ഈ പ്രവർത്തനം എപ്പോഴാണ് ആരംഭിച്ചത്? The action began sometime before he finished speaking. അയാൾ സംസാരിക്കുന്നത് അവസാനിപ്പിക്കുന്നതിന് കുറച്ചു മുൻപ് ഈ പ്രവർത്തനം ആരംഭിച്ചു. The action was in progress till he finished speaking. അയാൾ സംസാരിക്കുന്നത് അവസാനിപ്പിക്കുന്നതുവരെ ഈ പ്രവർത്തനം തുടർച്ചയിലായിരുന്നു. Thus, this sentence tells us about an action that began in the past and continued till a certain point of time in the past. അതുകൊണ്ട് ഈ വാക്യം ഭൂതകാലത്തിൽ ആരംഭിച്ച് ഭൂതകാലത്തിലെ ഒരു നിശ്ചിത സമയം വരെ തുടർന്ന ഒരു പ്രവർത്തനത്തെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. The past perfect continuous tense is used to indicate an action that began before a certain point in the past and continued up to that point of time. ഭൂതകാലത്തിലെ ഒരു നിശ്ചിത സമയത്തിന് മുൻപ് ആരംഭിച്ച് ആ സമയം വരെ തുടർന്ന ഒരു പ്രവർത്തനത്തെ സൂചിപ്പിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. We use the had, plus, been, plus, ing form of the verb to denote an action in the past perfect continuous tense. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു പ്രവർത്തനം സൂചിപ്പിക്കാൻ നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്ന ക്രിയാരൂപമാണ് ഉപയോഗിക്കുന്നത്. Now, let's read what Hochakam says. ഇനി നമുക്ക് ഹൗഷക്കോം പറയുന്നത് വായിക്കാം. I have been trying to prove my innocence for over a week now. ഇപ്പോൾ ഒരാഴ്ചയിലേറെയായി ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. What is the main action in the statement? ഈ പ്രസ്താവനയിലെ പ്രധാന പ്രവർത്തനം എന്താണ്? Hochakam has been trying to prove his innocence. ഹൗഷക്കോം തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. When did Hochakam begin to speak about his innocence? ഹൗഷക്കോം എപ്പോഴാണ് തന്റെ നിരപരാധിത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്? He began about a week ago. ഏകദേശം ഒരാഴ്ച മുമ്പ് അദ്ദേഹം തുടങ്ങി. How long has the action been going on? ഈ പ്രവർത്തനം എത്ര നാളായി തുടരുന്നു? It has been going on for over a week. ഒരാഴ്ചയിലേറെയായി അത് തുടരുന്നു. Is he trying to prove his innocence at the time of his statement? അദ്ദേഹത്തിന്റെ പ്രസ്താവന നടത്തുന്ന സമയത്തും അദ്ദേഹം തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? Yes, he is still trying to prove it. അതെ, അദ്ദേഹം ഇപ്പോഴും അത് തെളിയിക്കാൻ ശ്രമിക്കുന്നു. This sentence tells us about an action that began in the past and is in progress at the time of speaking. ഭൂതകാലത്തിൽ ആരംഭിച്ച് സംസാരിക്കുന്ന സമയത്തും തുടരുന്ന ഒരു പ്രവർത്തനത്തെക്കുറിച്ചാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്. The present perfect continuous tense denotes an action which began at a certain point in the past and continues at the time of speaking. ഭൂതകാലത്തിലെ ഒരു നിശ്ചിത സമയത്ത് ആരംഭിച്ച് സംസാരിക്കുന്ന സമയത്തും തുടരുന്ന ഒരു പ്രവർത്തനത്തെയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സൂചിപ്പിക്കുന്നത്. We use the has or have, plus, been, plus, ing form of the verb to denote an action in the present perfect continuous tense. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു പ്രവർത്തനം സൂചിപ്പിക്കാൻ നമ്മൾ ഹാസ് ഓർ ഹാവ് പ്ലസ് ബെൻ പ്ലസ് ഇങ് എന്ന ക്രിയാരൂപമാണ് ഉപയോഗിക്കുന്നത്. Read the conversation given below. താഴെ കൊടുത്ത സംഭാഷണം വായിക്കുക. Pick out the verbs in the present perfect continuous tense and in the past perfect continuous tense in the above conversation and complete the table.
മുകളിലെ സംഭാഷണത്തിലെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുമുള്ള ക്രിയകൾ തിരഞ്ഞെടുത്ത് പട്ടിക പൂർത്തിയാക്കുക. ഇതിന്റെ ഉത്തരം ഇവിടെ നൽകിയിരിക്കുന്നു. ബി. Fill in the blanks with appropriate tense forms given in brackets. ബ്രാക്കറ്റിൽ നൽകിയിട്ടുള്ള അനുയോജ്യമായ ടെൻസ് രൂപങ്ങൾ ഉപയോഗിച്ച് വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. My mother had been teaching in a college for 20 years before her retirement. എന്റെ അമ്മ വിരമിക്കുന്നതിനു മുമ്പ് 20 വർഷമായി ഒരു കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. 2. I have been reading this book for almost 2 hours now. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായി ഞാൻ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. 3. We had been living in Rome before we shifted to our hometown in Kerala. ഞങ്ങൾ കേരളത്തിലെ ഞങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് മാറും മുമ്പ് റോമിലായിരുന്നു താമസിച്ചിരുന്നത്. 4. It has been raining since morning and so the cricket match is cancelled. രാവിലെ മുതൽ മഴ പെയ്യുന്നു, അതിനാൽ ക്രിക്കറ്റ് മത്സരം റദ്ദാക്കി. Activity 2. Read the sentences given below. താഴെ കൊടുത്ത വാക്യങ്ങൾ വായിക്കുക. The finder is requested to return the pocketbook either to the mayor's office or to the police. പേഴ്സ് കണ്ടെത്തിയയാൾ അത് ഒന്നുകിൽ മേയറുടെ ഓഫീസിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ തിരികെ ഏൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Neither the mayor nor the villagers believed Hochakam. മേയറോ ഗ്രാമീണരോ ഹൗഷക്കോമിനെ വിശ്വസിച്ചില്ല. Can you split the first sentence into 2? Let's try. നിങ്ങൾക്ക് ആദ്യത്തെ വാക്യം രണ്ടായി ഭാഗിക്കാൻ കഴിയുമോ? നമുക്കൊന്ന് ശ്രമിക്കാം. A. The finder is requested to return the pocketbook to the mayor's office. പേഴ്സ് കണ്ടെത്തിയയാൾ അത് മേയറുടെ ഓഫീസിൽ തിരികെ ഏൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. B. The finder is requested to return the pocketbook to the police. പേഴ്സ് കണ്ടെത്തിയയാൾ അത് പോലീസ് സ്റ്റേഷനിൽ തിരികെ ഏൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Which are the connecting words used to combine the above sentences? മുകളിലെ വാക്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിച്ച ബന്ധിപ്പിക്കുന്ന വാക്കുകൾ ഏതാണ്? Either, or, ഒന്നുകിൽ അല്ലെങ്കിൽ. Now, shall we split the second sentence into 2? Let's try. ഇനി രണ്ടാമത്തെ വാക്യം രണ്ടായി ഭാഗിച്ചാലോ? നമുക്കൊന്ന് ശ്രമിക്കാം. A. The mayor did not believe Hochakam. മേയർ ഹൗഷക്കോമിനെ വിശ്വസിച്ചില്ല. B. The villagers did not believe Hochakam. ഗ്രാമീണർ ഹൗഷക്കോമിനെ വിശ്വസിച്ചില്ല. What are the connecting words that combine the above sentences? മുകളിലെ വാക്യങ്ങളെ ബന്ധിപ്പിക്കുന്ന വാക്കുകൾ ഏതാണ്? Neither, nor, അതുമല്ല, ഇതുമല്ല. What do we call these connecting words? ഈ ബന്ധിപ്പിക്കുന്ന വാക്കുകളെ നാം എന്ത് വിളിക്കുന്നു? Answer. Conjunctions. Either, or, neither, nor പോലുള്ള ബന്ധിപ്പിക്കുന്ന വാക്കുകൾ conjunctions ആണ്. ഇവ ജോഡികളായാണ് ഉപയോഗിക്കുക. They correlate words, phrases or clauses of equal importance. അവ തുല്യ പ്രാധാന്യമുള്ള വാക്കുകളെയോ ഉപവാക്യങ്ങളെയോ പരസ്പരം ബന്ധിപ്പിക്കുന്നു. Such pairs of conjunctions are called correlative conjunctions. അത്തരം കൺജങ്ഷനുകളുടെ ജോഡികളെ correlative conjunctions എന്ന് വിളിക്കുന്നു. Either, or is used to indicate two possibilities or choices. രണ്ട് സാധ്യതകളോ തിരഞ്ഞെടുപ്പുകളോ സൂചിപ്പിക്കാൻ either, or ഉപയോഗിക്കുന്നു. Neither, nor connects two negative alternatives. Neither nor രണ്ട് നെഗറ്റീവ് സാധ്യതകളെ ബന്ധിപ്പിക്കുന്നു. Now, take a look at the sentences given below. ഇനി താഴെ കൊടുത്ത വാക്യങ്ങൾ ശ്രദ്ധിക്കുക. Can you identify the subject and the verb in each sentence? ഓരോ വാക്യത്തിലെയും കർത്താവിനെയും സബ്ജക്റ്റ് ക്രിയയെയും verb നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമോ? A. Neither the woman's husband nor her friends understand the depth of her sorrow. ആ സ്ത്രീയുടെ ഭർത്താവിനോ കൂട്ടുകാർക്കോ അവളുടെ ദുഃഖത്തിന്റെ ആഴം മനസ്സിലാകുന്നില്ല. Subject the woman's husband, her friends. Verb, understand. B. Neither the villagers nor the mayor trusts Hochakam. ഗ്രാമീണരോ മേയറോ ഹൗഷക്കോമിനെ വിശ്വസിക്കുന്നില്ല. Subject villagers, mayor. Verb, trusts. In the first sentence, the subjects of the sentence are the woman's husband and her friends. ഒന്നാമത്തെ വാക്യത്തിൽ വാക്യത്തിലെ കർത്താക്കൾ the woman's husbandും her friendsമാണ്. Which subject is closer in position to the verb? ക്രിയയുടെ സ്ഥാനത്തിൽ അടുത്ത് നിൽക്കുന്ന കർത്താവ് ഏതാണ്? Her friends. Is the subject closer to the verb in its singular or plural form? ക്രിയയുടെ അടുത്തുള്ള കർത്താവ് ഏകവചന രൂപത്തിലാണോ അതോ ബഹുവചന രൂപത്തിലാണോ? Plural. Here, the subject, her friends, which is closer in position to the verb is plural. ഇവിടെ ക്രിയയോട് സ്ഥാനത്തിൽ അടുത്ത് നിൽക്കുന്ന കർത്താവ് her friends ബഹുവചനമാണ്. Hence the verb in the sentence takes the plural form. അതുകൊണ്ട് വാക്യത്തിലെ ക്രിയ ബഹുവചന രൂപം സ്വീകരിക്കുന്നു. Now, consider the second sentence.
ഇനി രണ്ടാമത്തെ വാക്യം ശ്രദ്ധിക്കുക. Can you identify the subject and the verb? കർത്താവിനെയും ക്രിയയെയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമോ? Subject villages, mere. Verb trusts. Identify the subject closer in position to the verb. ക്രിയയോട് സ്ഥാനത്തിൽ അടുത്ത് നിൽക്കുന്ന കർത്താവിനെ തിരിച്ചറിയുക. Mere. Here, the subject closer in position to the verb is in the singular form. ഇവിടെ ക്രിയയോട് സ്ഥാനത്തിൽ അടുത്ത് നിൽക്കുന്ന കർത്താവ് ഏകവചന രൂപത്തിലാണ്. What should be the form of the verb? ക്രിയയുടെ രൂപം എന്തായിരിക്കണം? Answer. Singular, ഏകവചനം. Trusts. Fill in the blanks using appropriate words chosen from those given in the brackets. ബ്രാക്കറ്റിൽ നൽകിയിട്ടുള്ള വാക്കുകളിൽ നിന്ന് അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. The woman was either twisting and wriggling or growling like a wild animal. ആ സ്ത്രീ ഒന്നുകിൽ പിണഞ്ഞും തിരിഞ്ഞും കിടക്കുകയായിരുന്നു അല്ലെങ്കിൽ ഒരു വന്യമൃഗത്തെപ്പോലെ അലറുകയായിരുന്നു. 2. His innocence was neither easy to prove nor recognized by others. അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എളുപ്പമായിരുന്നില്ല, മറ്റുള്ളവർ അത് തിരിച്ചറിഞ്ഞുമില്ല. 3. The pocketbook was neither taken by Hauchacum nor seen by Malandane. പേഴ്സ് ഹൗഷക്കോം എടുത്തിട്ടില്ല, മലാൻഡൈൻ കണ്ടിട്ടുമില്ല. 4. You may either win or lose the game. Participation is the spirit of the game. നിങ്ങൾ കളിയിൽ ഒന്നുകിൽ ജയിക്കും അല്ലെങ്കിൽ തോൽക്കും. പങ്കാളിത്തമാണ് ഗെയിം സ്പിരിറ്റ്. 5. Neither New York nor London is a city in India. ന്യൂയോർക്കോ ലണ്ടനോ ഇന്ത്യയിലെ നഗരങ്ങളല്ല. 6. Neither the teacher nor the children were in the school bus. ടീച്ചറോ കുട്ടികളോ സ്കൂൾ ബസ്സിലുണ്ടായിരുന്നില്ല. Let's converse, നമുക്ക് സംസാരിക്കാം. Activity 1. Read the passage given below. താഴെ കൊടുത്ത ഭാഗം വായിക്കുക. The peasants of Goderville did not believe Hauchacum. ഗോഡർവില്ലയിലെ കർഷകർ ഹൗഷക്കോമിനെ വിശ്വസിച്ചില്ല. They accused him of stealing the pocketbook. പേഴ്സ് മോഷ്ടിച്ചതായി അവർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. This false accusation deeply saddened Hauchacum and sparked a heated argument between him and another villager. ഈ തെറ്റായ ആരോപണം ഹൗഷക്കോമിനെ വല്ലാതെ ദുഃഖിപ്പിക്കുകയും അദ്ദേഹവും മറ്റൊരു ഗ്രാമീണനും തമ്മിൽ ഒരു ചൂടേറിയ തർക്കത്തിന് കാരണമാവുകയും ചെയ്തു. How would they argue? Let's see. അവർ എങ്ങനെ തർക്കിച്ചിരിക്കും? നമുക്ക് നോക്കാം. Let's read the transcript of the argument, shall we? തർക്കത്തിന്റെ സംഭാഷണരേഖ നമുക്ക് വായിച്ചാലോ? Hauchacum, why should I take someone's pocketbook? ഞാൻ എന്തിനാണ് മറ്റൊരാളുടെ പേഴ്സ് എടുക്കുന്നത്? Villager, that we don't know, but it's clear as day that you took it. അതൊന്നും ഞങ്ങൾക്കറിയില്ല, പക്ഷേ നിങ്ങൾ അത് എടുത്തു എന്നത് പകൽ പോലെ വ്യക്തമാണ്. Hauchacum, do you have any evidence to support your accusation? നിങ്ങളുടെ ആരോപണത്തെ പിന്തുണയ്ക്കാൻ എന്തെങ്കിലും തെളിവുണ്ടോ? You can't just accuse me without proof. തെളിവില്ലാതെ നിങ്ങൾക്ക് എന്നെ വെറുതെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. Villager, of course we do. Malandane saw you with his own eyes. തീർച്ചയായും ഉണ്ട്. മലാൻഡൈൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്. Hauchacum, you are too quick to judge. നിങ്ങൾ വിധിക്കാൻ വളരെ തിടുക്കം കാണിക്കുന്നു. Could he see what I picked up from where he stood? അയാൾ നിന്ന സ്ഥലത്തുനിന്ന് ഞാൻ എടുത്തത് എന്താണെന്ന് അയാൾക്ക് കാണാൻ കഴിഞ്ഞിരിക്കുമോ? Pick out the expressions used by Hauchacum and the villager to present their arguments. ഹൗഷക്കോമും ഗ്രാമീണനും അവരുടെ വാദങ്ങൾ അവതരിപ്പിക്കാൻ ഉപയോഗിച്ച പ്രയോഗങ്ങൾ തിരഞ്ഞെടുക്കുക. Why should I? ഞാൻ എന്തിന്? It is clear as day. അത് പകൽ പോലെ വ്യക്തമാണ്. That we don't know. അതൊന്നും ഞങ്ങൾക്കറിയില്ല. Of course, we do. തീർച്ചയായും ഉണ്ട്. You can't just accuse me. നിങ്ങൾക്ക് എന്നെ വെറുതെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. You are too quick to judge. നിങ്ങൾ വിധിക്കാൻ വളരെ തിടുക്കം കാണിക്കുന്നു. What are some other expressions that we may use in an argument? ഒരു തർക്കത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റു ചില പ്രയോഗങ്ങൾ എന്തൊക്കെയാണ്? A few are given below. You may add more to the list. താഴെ കുറച്ചെണ്ണം നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. I would beg to differ. ഞാൻ വിയോജിക്കാൻ ആഗ്രഹിക്കുന്നു. It's not necessarily that way. അത് അങ്ങനെയായിരിക്കണമെന്നില്ല. My point of view is diametrically opposite. എന്റെ കാഴ്ചപ്പാട് നേർവിപരീതമാണ്. That's not a valid argument. അതൊരു സാധുവായ വാദമല്ല. Clearly, we have different perspectives on this. വ്യക്തമായും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. I am not yet convinced. എനിക്കിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. I don't agree with you on that. ആ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് യോജിക്കുന്നില്ല. B. You may be mistaken. നിങ്ങൾക്ക് തെറ്റിയതാകാം. C. I see your point, but I disagree. നിങ്ങളുടെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ ഞാൻ വിയോജിക്കുന്നു. D.
ദാറ്റ് ഡസന്റ് മേക്ക് മച്ച് സെൻസ് ടു മീ. അത് കേട്ടിട്ട് എനിക്കധികം യുക്തി തോന്നുന്നില്ല. ഐ വുഡ് ലൈക്ക് ടു ചാലഞ്ച് ദാറ്റ് ഐഡിയ. ആ ആശയത്തെ ചോദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലെറ്റ്സ് അഗ്രീ ടു ഡിസഗ്രീ. യോജിക്കാതെ പിരിയാമെന്ന് നമുക്ക് സമ്മതിക്കാം. ഐ തിങ്ക് യു ആർ ഓവർലുക്കിംഗ് സംതിങ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ പ്രധാനപ്പെട്ട എന്തോ ഒന്ന് ശ്രദ്ധിക്കാതെ പോകുന്നുവെന്ന് ഞാൻ കരുതുന്നു. There's another way to look at this. ഇത് മറ്റൊരു രീതിയിൽ കാണാനും വഴിയുണ്ട്. Hochicum and the villager engage in a heated argument. ഹൗഷക്കോമും ഗ്രാമീണനും തമ്മിൽ ഒരു ചൂടേറിയ തർക്കം നടക്കുന്നു. Hochicum defends himself against the accusation. ആരോപണത്തിനെതിരെ ഹൗഷക്കോം സ്വയം പ്രതിരോധിക്കുന്നു. But the villager insists that Hochicum is guilty of stealing the pocketbook. എന്നാൽ ഗ്രാമീണൻ ഹൗഷക്കോം പേഴ്സ് മോഷ്ടിച്ചതായി ശടിക്കുന്നു. Using the expressions given above, prepare the draft of the argument between the two. മുകളിൽ നൽകിയിട്ടുള്ള പ്രയോഗങ്ങൾ ഉപയോഗിച്ച് ഇരുവരും തമ്മിലുള്ള തർക്കത്തിന്റെ കരട് തയ്യാറാക്കുക. Hochicum, why should I take someone's pocketbook? I would beg to differ from what you re-saying. ഞാൻ എന്തിനാണ് മറ്റൊരാളുടെ പേഴ്സ് എടുക്കുന്നത്? നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കാൻ ആഗ്രഹിക്കുന്നു. Villager, I don't agree with you. It's clear that you took it. ഞാൻ നിങ്ങളോട് യോജിക്കുന്നില്ല. നിങ്ങൾ തന്നെയാണ് അത് എടുത്തതെന്ന് വ്യക്തമാണ്. Malandane saw you picking something up. മലാൻഡൈൻ നിങ്ങൾ എന്തോ എടുക്കുന്നത് കണ്ടല്ലോ. Hochicum, that's not a valid argument. അതൊരു സാധുവായ വാദമല്ല. Could he even see what I picked up from that distance? അത്രയും ദൂരത്തുനിന്ന് ഞാൻ എടുത്തത് എന്താണെന്ന് അയാൾക്ക് കാണാൻ കഴിഞ്ഞിരിക്കുമോ? You may be mistaken. നിങ്ങൾക്ക് തെറ്റിയതാകാം. Villager, I see your point, but I disagree. നിങ്ങളുടെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ ഞാൻ വിയോജിക്കുന്നു. Everyone knows you bent down and hid something in your coat. നിങ്ങൾ കുനിഞ്ഞ് കോട്ടിൽ എന്തോ ഒളിപ്പിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. Hochicum, clearly, we have different perspectives on this. വ്യക്തമായും, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. I only picked up a piece of string. ഞാൻ ഒരു ചരട് മാത്രമാണ് എടുത്തത്. Villager, that doesn't make much sense to me. അത് കേട്ടിട്ട് എനിക്കധികം യുക്തി തോന്നുന്നില്ല. Why would you bend like that for just a string? വെറുമൊരു ചരടിനു വേണ്ടി എന്തിനാണ് നിങ്ങൾ അങ്ങനെ കുനിഞ്ഞത്? Hochicum, my point of view is diametrically opposite to yours. എന്റെ കാഴ്ചപ്പാട് നിങ്ങളുടേതിൽ നിന്ന് നേർവിപരീതമാണ്. You are too quick to judge without any proof. ഒരു തെളിവുമില്ലാതെ വിധിക്കാൻ നിങ്ങൾക്ക് തിടുക്കമാണ്. Villager, I am not yet convinced, Hochicum. ഹൗഷക്കോം, എനിക്കിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. All signs point to your guilt. എല്ലാ സൂചനകളും നിങ്ങൾ കുറ്റക്കാരനാണെന്ന് പറയുന്നു. Hochicum, then let's agree to disagree. എങ്കിൽ നമുക്ക് യോജിക്കാതെ പിരിയാം. But time will prove I am innocent. പക്ഷേ സമയം എന്റെ നിരപരാധിത്വം തെളിയിക്കും. Activity 2. Read the passage given below. താഴെ കൊടുത്ത ഭാഗം വായിക്കുക. The stout man who had lost his son in the war is deeply affected by the woman's question to him. യുദ്ധത്തിൽ മകനെ നഷ്ടപ്പെട്ട തടിച്ച മനുഷ്യനെ സ്ത്രീയോട് ചോദിച്ച ചോദ്യം വല്ലാതെ ബാധിക്കുന്നു. Unable to control his grief, he begins to weep. ദുഃഖം നിയന്ത്രിക്കാൻ കഴിയാതെ അയാൾ കരയാൻ തുടങ്ങുന്നു. When he regains his composure, he apologizes to the other passengers for his emotional outburst. അയാൾ ശാന്തനായപ്പോൾ വികാരപ്രകടനം നടത്തിയതിന് മറ്റ് യാത്രക്കാരോട് ക്ഷമ ചോദിക്കുന്നു. How would he have apologized to them? അയാൾ അവരോട് എങ്ങനെയായിരിക്കും ക്ഷമ ചോദിച്ചിട്ടുണ്ടാവുക? He might have used expressions like the following. താഴെ കൊടുത്തതുപോലുള്ള പ്രയോഗങ്ങൾ അയാൾ ഉപയോഗിച്ചിരിക്കാം. I am sorry for this sudden outburst. ഈ പെട്ടെന്നുള്ള വികാരപ്രകടനത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. I apologize for behaving like this. ഇങ്ങനെ പെരുമാറിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. I regret my outburst. എന്റെ വികാരപ്രകടനത്തിൽ ഞാൻ ഖേദിക്കുന്നു. Some other ways of extending and accepting apologies are given below. ക്ഷമ ചോദിക്കാനും സ്വീകരിക്കാനുമുള്ള മറ്റു ചില വഴികൾ താഴെ നൽകിയിരിക്കുന്നു. You may add to the list. നിങ്ങൾക്ക് ഈ പട്ടികയിലേക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. Extending an apology, ക്ഷമ ചോദിക്കൽ. I didn't mean to hurt your feelings. നിങ്ങളുടെ വികാരങ്ങളെ വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. Please accept my apologies for. എന്റെ ക്ഷമാപണം സ്വീകരിക്കുക. I take full responsibility for the error. ഈ തെറ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. I am really sorry about what I said. ഞാൻ പറഞ്ഞതിൽ എനിക്ക് ശരിക്കും വിഷമമുണ്ട്. I deeply regret what I said. ഞാൻ പറഞ്ഞതിൽ എനിക്ക് അഗാധമായ ഖേദമുണ്ട്. I owe you an apology. നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കാൻ ബാധ്യസ്ഥനാണ്. I am sincerely sorry for the misunderstanding.
തെറ്റിദ്ധാരണയിൽ ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. പ്ലീസ് ഫർഗിവ് മീ ഫോർ മൈ മിസ്റ്റേക്ക്. എന്റെ തെറ്റിന് ദയവായി എന്നോട് ക്ഷമിക്കുക. ഐ ഫീൽ ഓഫുൾ അബൌട്ട് വാട്ട് ഹാപ്പൻഡ്. സംഭവിച്ചതിനെക്കുറിച്ച് എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. ഇറ്റ് വാസ് നെവർ മൈ ഇന്റൻഷൻ ടു അപ്സെറ്റ് യു. നിങ്ങളെ വിഷമിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല. ഐ റിയലൈസ് നൗ ദാറ്റ് ഐ വാസ് റോങ്. ഐ ആം സോറി. ഞാനാണ് തെറ്റുകാരനെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ക്ഷമിക്കണം. ഐ ഹോപ്പ് യു ക്യാൻ ഫർഗിവ് മീ. നിങ്ങൾക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദാറ്റ് വാസ് തോട്ട്ലെസ് ഓഫ് മീ ആൻഡ് ഐ അപ്പോളജൈസ്. അത് എന്റെ ഭാഗത്തുനിന്നുള്ള ശ്രദ്ധക്കുറവായിരുന്നു. ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ അപ്പോളജൈസ് ഫോർ ദി ഇൻകൺവീനിയൻസ് ഐ കോസ്ഡ്. ഞാൻ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടിന് ക്ഷമ ചോദിക്കുന്നു. ഐ ഡിഡ്ന്റ് മീൻ ഫോർ തിങ്സ് ടു ടേൺ ഔട്ട് ദിസ് വേ. കാര്യങ്ങൾ ഇങ്ങനെയാകാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. പ്ലീസ് അക്സെപ്റ്റ് മൈ ഹാർട്ട്ഫെൽറ്റ് അപ്പോളജി. എന്റെ ഹൃദയം നിറഞ്ഞ ക്ഷമാപണം സ്വീകരിക്കുക. അക്സെപ്റ്റിംഗ് ആൻ അപ്പോളജി, ക്ഷമാപണം സ്വീകരിക്കൽ. ഇറ്റ്സ് ഓക്കേ. യു ഡിഡ്ന്റ് മീൻ എനി ഹാം. സാരമില്ല. നിങ്ങൾ മനഃപൂർവ്വം ദോഷം ചെയ്യാൻ ഉദ്ദേശിച്ചില്ലല്ലോ. ദാറ്റ്സ് ഓൾ റൈറ്റ്. ഇറ്റ് ഡസന്റ് മാറ്റർ. കുഴപ്പമില്ല. അതൊരു കാര്യമാക്കേണ്ട. നെവർ മൈൻഡ്. ഐ ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡ്. വിട്ടേക്കൂ. എനിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. ഇറ്റ്സ് ഓക്കേ. യു കുഡന്റ് ഹെൽപ്പ് ഇറ്റ്. സാരമില്ല. നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ലല്ലോ. പ്ലീസ് ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ദയവായി അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ. അത് പൂർണ്ണമായും ശരിയാണ്. ഫർഗെറ്റ് ഇറ്റ്. ഇറ്റ് ഹാപ്പൻസ്. അത് മറന്നേക്കൂ. അതൊക്കെ സംഭവിക്കാറുണ്ട്. ഐ അപ്രീഷിയേറ്റ് യുവർ അപ്പോളജി. നിങ്ങളുടെ ക്ഷമാപണത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. നോ ഹാം ഡൺ. ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല. ലെറ്റ്സ് മൂവ് ഓൺ ഫ്രം ദിസ്. നമുക്കിതിൽ നിന്ന് മുന്നോട്ടു പോകാം. ഇറ്റ്സ് ഓക്കേ. ഐ നോ യു ഡിഡ്ന്റ് മീൻ ഇറ്റ്. സാരമില്ല. നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് എനിക്കറിയാം. ഡോണ്ട് മെൻഷൻ ഇറ്റ്. അതൊന്നും പറയണ്ട. വി ഓൾ മേക്ക് മിസ്റ്റേക്സ് സംടൈംസ്. നമ്മൾ എല്ലാവരും ചിലപ്പോഴൊക്കെ തെറ്റുകൾ വരുത്താറുണ്ട്. The woman who asked the stout man about the death of his son now feels sorry for bringing up such a sensitive topic. തന്റെ മകന്റെ മരണത്തെക്കുറിച്ച് തടിച്ച മനുഷ്യനോട് ചോദിച്ച സ്ത്രീ അത്രയും വൈകാരികമായ വിഷയം ഉന്നയിച്ചതിൽ ഇപ്പോൾ ഖേദിക്കുന്നു. She extends her sincere apologies. അവർ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. And the stout man graciously accepts her apology. തടിച്ച മനുഷ്യൻ അവരുടെ ക്ഷമാപണം സൗമനസ്സത്തോടെ സ്വീകരിക്കുന്നു. Using the expressions provided above, draft a conversation between the two. മുകളിൽ നൽകിയിട്ടുള്ള പ്രയോഗങ്ങൾ ഉപയോഗിച്ച് ഇരുവരും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക. Woman, I am really sorry for what I said earlier. I didn't mean to hurt your feelings. ഞാൻ നേരത്തെ പറഞ്ഞതിൽ എനിക്ക് ശരിക്കും വിഷമമുണ്ട്. നിങ്ങളുടെ വികാരങ്ങളെ വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. Stout man, that's all right, I understand. കുഴപ്പമില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. Woman, please accept my apologies for bringing up such a painful topic. അത്രയും വേദനാജനകമായ ഒരു വിഷയം ഓർമ്മിപ്പിച്ചതിന് എന്റെ ക്ഷമാപണം സ്വീകരിക്കുക. Stout man, it's okay, I know you didn't mean it. സാരമില്ല. നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് എനിക്കറിയാം. Woman, I deeply regret mentioning your son. നിങ്ങളുടെ മകനെക്കുറിച്ച് സൂചിപ്പിച്ചതിൽ എനിക്ക് അഗാധമായ ഖേദമുണ്ട്. It was insensitive of me. അത് എന്റെ ഭാഗത്തുനിന്നുള്ള ശ്രദ്ധക്കുറവായിരുന്നു. Stout man, please don't worry about it. ദയവായി അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. We all make mistakes sometimes. നമ്മൾ എല്ലാവരും ചിലപ്പോഴൊക്കെ തെറ്റുകൾ വരുത്താറുണ്ട്. Woman, I owe you an apology. നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കാൻ ബാധ്യസ്ഥയാണ്. I should have been more careful with my words. എന്റെ വാക്കുകളിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നു. Stout man, no harm done. Let's move on from this. ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല. നമുക്ക് ഇതിൽ നിന്ന് മുന്നോട്ടു പോകാം. Woman, thank you for forgiving me. I truly appreciate your kindness. എന്നോട് ക്ഷമിച്ചതിന് നന്ദി. നിങ്ങളുടെ ദയയെ ഞാൻ ശരിക്കും അഭിനന്ദിക്കുന്നു. Stout man, it's perfectly fine. I appreciate your apology. അത് പൂർണ്ണമായും ശരിയാണ്. നിങ്ങളുടെ ക്ഷമാപണത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.